വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ സിഒയുടെ മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മോഡ്യൂൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. മോഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ അത് കോഴ്സ് ഔട്ട്കം 4 ആണ്. അപ്പൊ അതിൽ വരുന്നത് എക്സ്പെരിമെന്റ് വിത്ത് ദി IO ഓർഗനൈസേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓക്കെ, സിലബസ് കവർ ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിൽ എക്സ്റ്റേണൽ ഡിവൈസസ്, ദെൻ IO മോഡ്യൂൾസ്, പ്രോഗ്രാംഡ് IO, ഇന്ററപ്റ്റ് ഡ്രിവൺ IO, ദെൻ ഡയറക്ട് മെമ്മറി ആക്സസ്, എംബഡഡ് IO സിസ്റ്റംസ്. ഇതിൽ എംബഡഡ് IO, ജനറൽ പർപ്പസ് IO, സീരിയൽ IO, ദെൻ അതർ പെരിഫറൽസ്. ഇത്രയാണ് മോഡ്യൂൾ 4 വരുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക് എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്. ഇപ്പം ഈ ഒരു മോഡ്യൂളില് ഈ ഒരു IO മോഡ്യൂൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇതൊന്ന് കേട്ട് പോയാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു പ്രോസസ്സർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ CPU അല്ലെ. ദെൻ മെമ്മറി യൂണിറ്റ് ഉണ്ട്, നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിൽ മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട് അല്ലെ. ഇത് നമുക്കിതെല്ലാം എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ പറഞ്ഞ പോലെ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഈ ഒരു CPUവിന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, സോ നമ്മൾ അത് ജനറലൈസ് ചെയ്തിട്ട് പ്രോസസർ, ദെൻ മെമ്മറി മോഡ്യൂൾസ്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിന്റെ ഫിഗർ ആയിട്ട് വരയ്ക്കണം. ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കിൽ കൂടിയിട്ടായിരിക്കും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ എല്ലാം ഡിവൈസസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ ദ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ആ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വരയ്ക്കാം. ദെൻ പ്രോസസർ ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട് അല്ലെ, മെമ്മറി ഉണ്ട്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് ഒരു സെറ്റ് അല്ല ഉണ്ടാവുക, പല ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, പല ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാറുണ്ട്. സോ IO ഡിവൈസ് 1, IO ഡിവൈസ് 2, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം. ഓക്കെ, IO ഡിവൈസ് N. ഇതാണ് അതിന്റെ ഫിഗർ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മുടെ സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതിന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ത്രൂ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ, ഡേറ്റ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന ഡേറ്റ തന്നെയാണ് അല്ലെ. ഡേറ്റ എൻട്രിങ് ദ കമ്പ്യൂട്ടർ ആണ് ഇൻപുട്ട്. ആ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡിവൈസസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് ഇൻപുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് അല്ലെ. ഡേറ്റ ലീവിങ് ദ കമ്പ്യൂട്ടർ നമുക്ക് എന്ത് കാണിച്ചു തരുന്നു അതാണ് അതിന്റെ ഔട്ട്പുട്ട്. സോ ദാറ്റ് ഇസ് ദ ഡേറ്റ ലീവിങ് ദ കമ്പ്യൂട്ടർ. അപ്പൊ ആ ഒരു ഡേറ്റ നമുക്ക് കാണിച്ചു തരുന്നത് ത്രൂ സം ഡിവൈസസ് ആണ്. ആ ഡിവൈസസിനെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഒരു IO സിസ്റ്റം, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് CPUവും വരുന്നുണ്ട്. കാരണം ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്. അവിടെ ഉള്ളിൽ പോയി കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു തരുന്നത്. സോ ഈ ഒരു IO സിസ്റ്റത്തിനകത്ത് വരുന്നത് CPU വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിവൈസസ്, അതാണ് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഡിവൈസസ്. ഓക്കെ, സോ IO സിസ്റ്റത്തിനകത്ത് CPU, മെമ്മറി ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസസ്. ഓക്കെ, എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിന്റെ പുറത്ത് ഏതൊക്കെ ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറയും. ഈ ഒരു ഡേറ്റ എക്സ്ചേഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ്, പുറത്തുനിന്ന് നമുക്ക് എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ നമുക്ക് കാണാവുന്ന കുറച്ച് ഡിവൈസ്, അതിനെ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഈ എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിനൊരു പെരിഫറൽ ഡിവൈസ്, അതല്ലെങ്കിൽ ഒരു പെരിഫറൽ എന്ന് നമുക്ക് പറയാം. പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഡിവൈസസിനെ നമുക്ക് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു പെരിഫറൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ സം കേബിൾ അല്ലെങ്കിൽ ഒരു ലിങ്ക് ആണ് അല്ലെ. ബൈ ലിങ്ക് ആണ് ഒരു IO മോഡ്യൂളിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ലിങ്കിൽ കൂടിയിട്ടായിരിക്കും ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണെങ്കിലും ആവട്ടെ, ഇൻഫർമേഷൻ, ഡേറ്റ, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ്, ഇതെല്ലാം പാസ് ചെയ്യുന്നത് ത്രൂ ദിസ് ലിങ്ക് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു IO ഡിവൈസസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസിന് നമുക്ക് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. കീബോർഡ്, മൗസ്, പ്രിന്റർ, ഹാർഡ് ഡിസ്ക്, നെറ്റ്വർക്ക് കാർഡ്. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. മെമ്മറിക്ക് വേണ്ടി ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ NIC, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയും അല്ലെ. അതെല്ലാം നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇതെല്ലാം IO ഡിവൈസസിന്റെ ഉള്ളിൽ ആ എക്സ്റ്റേണൽ ഡിവൈസ്, പെരിഫറൽ ഡിവൈസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്
ബസ്സാണ്, സിസ്റ്റം ബസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ പ്രോസസ്സറും ഈ മെമ്മറിയും അതുപോലെ IO ഡിവൈസസും മോഡ്യൂൾസും ഇതെല്ലാം തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കിൽ കൂടിയിട്ടാണ് പോകുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ഇന്റർ കണക്ട് ചെയ്യുന്നത്? അത് ഒരു സിസ്റ്റം ബസ് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സിസ്റ്റം ബസ് കണക്ട്സ് ദി CPU, മെമ്മറി ആൻഡ് ദിസ് IO മോഡ്യൂൾസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കുക, IO മോഡ്യൂൾ ഉണ്ട്. IO മോഡ്യൂളിലേക്ക് നമ്മൾ പറഞ്ഞു കുറെ പെരിഫറൽ ഡിവൈസസ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസ് ആക്കി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കണക്ഷൻ എല്ലാം ത്രൂ ലിങ്ക് ആണെന്ന് പറഞ്ഞു, ഒരു ചാനൽ, ഒരു ലിങ്ക് എന്ന് പറയും. അപ്പൊ ആ ലിങ്കിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസസിന്, ഇവിടെ ഇപ്പൊ നമുക്കൊരു CPU ഉണ്ടാവും, ഇവിടെ ഒരു മൗസ് കണക്ട് ചെയ്യാം, ഇവിടെ ഒരു മോണിറ്റർ കണക്ട് ചെയ്യാം, ഇവിടെ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു കണക്ഷൻ ലിങ്ക് ആണ് ഈ കാണുന്നത്. ഇനി ഇതിനെല്ലാം തമ്മിൽ നമുക്ക് ഒരു ഇന്റർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ സിസ്റ്റം ബസ് ആണ്. ഓക്കെ, സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഈ ഡാറ്റ സിഗ്നൽസ് അതുപോലെ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുൻപുള്ള മോഡ്യൂൾസിലൊക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ഡാറ്റ സിഗ്നൽസും കൺട്രോൾ സിഗ്നൽസും ആണെന്നുള്ളത്. സോ ഈ ഒരു ഡാറ്റ സിഗ്നൽസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് എല്ലാം ക്യാരി ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ബസ് ആണ്. ഓക്കെ, ബസ് ആരൊക്കെ തമ്മിലാണ് ഇത് കണക്ഷൻ നടത്തുന്നത്? പ്രോസസ്സറും മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂള്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂൾസും ഈ ഒരു മെമ്മറിയിലേക്ക്, കാരണം ഡാറ്റ ഇപ്പൊ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുന്നു, റീഡ് ചെയ്ത സാധനത്തിനെ നമ്മൾ പ്രോസസ്സറിന് പ്രോസസ് ചെയ്യാൻ വിടുന്നു, പ്രോസസ് ചെയ്തതിന് ശേഷം അത് റീഡ് ചെയ്തതിന് ശേഷം ആദ്യം അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് പ്രോസസ്സറിലേക്ക് പോകുന്നത്. പ്രോസസ്സർ അത് പ്രോസസ് ചെയ്തിട്ട് വീണ്ടും അത് മെമ്മറിയിൽ കൊണ്ടുപോയി അതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്തിട്ട് അത് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടി ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലെ. ഇതെല്ലാം പോകുന്നത് ത്രൂ ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത് സിസ്റ്റം ബസ്സിൽ കൂടിയിട്ടാണ്. 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ബസ് ആണുള്ളത്. ഒന്ന് അഡ്രസ് ബസ്, പിന്നൊന്ന് ഡേറ്റ ബസ്, പിന്നൊന്ന് കൺട്രോൾ ബസ്. ഓക്കെ, അതിനാണ് ഈ അഡ്രസ് ലൈൻ, ഡേറ്റ ലൈൻ, കൺട്രോൾ ലൈൻ. ഇപ്പോൾ ഈ ലൈൻസിൽ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ബസ്സസിൽ കൂടിയിട്ടാണ്. ഇപ്പൊ ഡേറ്റ സിഗ്നൽ ആണെങ്കിൽ ഡേറ്റ സിഗ്നൽ ഡേറ്റ ബസ്സിൽ കൂടി പോകുന്നു, കൺട്രോൾ സിഗ്നൽ ആണെങ്കിൽ കൺട്രോൾ ബസ്സിൽ കൂടി പോകുന്നു. ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ അഡ്രസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അഡ്രസ് എല്ലാം തന്നെ അഡ്രസ് ബസ്സിൽ അല്ലെങ്കിൽ അഡ്രസ് ലൈൻസിൽ കൂടി പോകുന്നു. ഓക്കെ, സോ ഫസ്റ്റ് അഡ്രസ് ലൈൻ. അഡ്രസ് ലൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ used to identify the specific IO device or memory location. ഓരോന്നും ഓരോ അഡ്രസ്സിലാണ് കിടക്കുന്ന മെമ്മറിയിൽ, ആ ഒരു മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ഏത് സ്പെസിഫിക് ഡിവൈസിലേക്കാണ് പോകുന്നത്, ഏത് സ്പെസിഫിക് ഡിവൈസിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ലൈൻ ഉള്ളത്. ഓക്കെ, അപ്പൊ CPU എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ് ലൈൻസിൽ കൂടിയിട്ടായിരിക്കും ഈ ഒരു ഡിവൈസിന്റെ അഡ്രസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഡിവൈസിൽ നിന്നിട്ടുള്ള സിഗ്നൽ ആണ് വന്നിട്ടുള്ളത്, ഇപ്പൊ കീബോർഡിൽ നിന്ന് നമ്മളൊരു കീ സ്ട്രോക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോകുന്നത് ഏത് ഡിവൈസിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം പോകുന്നത് അഡ്രസ് ലൈനിൽ കൂടിയിട്ടാണ്. ഓക്കെ, അതാണ് അഡ്രസ് ബസ് ഓർ അഡ്രസ് ലൈൻ. ഓക്കെ, ഇനി ഡാറ്റ ലൈൻ. ഡാറ്റ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ നമുക്ക് എവിടെയാണ് പോകുന്നത്, ഡേറ്റ പോകുന്നത്, ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു ഡേറ്റ ലൈൻ അല്ലെങ്കിൽ ഡേറ്റ ബസ്സിൽ കൂടിയിട്ടാണ്. ഓക്കെ, യൂസ് ടു ട്രാൻസ്ഫർ ദി ആക്ച്വൽ ഡേറ്റ. നമ്മുടെ ആക്ച്വൽ ഡേറ്റ ഈ ഒരു CPU, മെമ്മറി, IO ഡിവൈസസിൽ കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ലൈൻ. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ ലൈൻ എന്ന് പറയുമ്പോൾ ബൈ ഡയറക്ഷണൽ ആണ് കേട്ടോ, 2 ഡയറക്ഷനിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഡേറ്റ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അല്ലെ, അതായത് ഇവിടെ നിന്നും എടുക്കുന്നുണ്ട്, ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡേറ്റ ലൈൻസ് എന്താ പറയുക, ബൈ ഡയറക്ഷണൽ ആണ്. കൺട്രോൾ ലൈൻസ് തന്നെ അടുത്തത്. കൺട്രോൾ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എല്ലാം തന്നെ, ഡേറ്റ ആണെങ്കിലും ഈ ഇതിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞല്ലോ, കൺട്രോൾ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്, കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാന്നാണ്. ഈ ഒരു പ്രോസസ്സറിന്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കൺട്രോൾ സിഗ്നൽസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നേ, ഓക്കെ, ഇവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ ബസ് ആണ്. ഓക്കെ, കൺട്രോൾ ലൈൻസിൽ കൂടിയിട്ടാണ് യൂസ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി ഓപ്പറേഷൻസ്. നിങ്ങൾ കൺട്രോൾ സിഗ്നൽസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ ഒക്കെ അല്ലെ. അപ്പൊ ഈ ഒരു റൈറ്റ് സിഗ്നൽ, റീഡ് സിഗ്നൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇടയിൽ നമുക്ക് ഒരു ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ ഇന്ററപ്റ്റ് സിഗ്നൽ, അതുപോലെ തന്നെ ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടി എന്നുള്ളത് അറിയിക്കാൻ ഒരു അക്നോളജ് സിഗ്നൽ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സിഗ്നൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു കൺട്രോൾ ബസ് ആണ്, ആ കൺട്രോൾ ലൈൻ ആണ്. റീഡ്, റൈറ്റ്, ഇന്ററപ്റ്റ് ആൻഡ് അക്നോളജ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്തത് IO മോഡ്യൂൾ. IO മോഡ്യൂൾ ഇപ്പൊ നമ്മൾ പിക്ചറിൽ
കണ്ടതാണ് അല്ലെ. ഇത് ഒരു സിസ്റ്റം ബസിന്റെയും ഈ പെരിഫറൽ ഡിവൈസസിന്റെയും ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടു ഒരു IO മോഡ്യൂള്, അതിന് താഴെ നമ്മൾ കുറച്ച് ലിങ്ക്സ് കണ്ടു. അപ്പൊ ഇതാണ്, ഇവിടെയാണ് നമ്മൾ ലിങ്ക്സ് ടു പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞത്. അതിന്റെ മുകളിൽ 3 സിസ്റ്റം ബസ്സസ് കണ്ടു. ഈ ഒരു സിസ്റ്റം ബസിന്റെയും ഈ ഒരു പെരിഫറൽ ഡിവൈസസിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു IO മോഡ്യൂൾ എന്ന് പറയുന്നത്. നേരത്തെ ഫിഗറിൽ നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഓരോ മോഡ്യൂളും ഈ ഒരു സിസ്റ്റം ബസ്സും ഈ പെരിഫറൽ ഡിവൈസസുമായിട്ട് ഇന്റർഫേസസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കൺട്രോൾ ആൻഡ് ടൈമിംഗ്, then data transfer, device communication, data buffering, then error detection. Okay, ഇതൊക്കെ നമുക്കറിയാം, സിസ്റ്റത്തിൽ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ്. കൺട്രോളിങ്, ടൈമിങ്, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ നമുക്ക് ബഫറിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ, എറർ ഡിറ്റക്ഷൻ എല്ലാം ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ അത് IO മോഡ്യൂളിന്റെ ഫങ്ഷൻസ് ആണ്. Next, classification of external devices. External devices in the classification എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹ്യൂമൻ റീഡബിൾ ഡിവൈസസ്, പിന്നെ ഒന്ന് മെഷീൻ റീഡബിൾ ഡിവൈസസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓക്കെ, ഇതിൽ ഹ്യൂമൻ റീഡബിൾ ഡിവൈസസ് എന്ന് പറയുന്നത് യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അതാണ് കീബോർഡ്, മോണിറ്റർ, പ്രിന്റർ, നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ഇന്ററാക്ട് ചെയ്യുന്ന ഡിവൈസസ്, അതാണ് ഹ്യൂമൻ റീഡബിൾ ഡിവൈസസ്. ദെൻ മെഷീൻ റീഡബിൾ ഡിവൈസസ് ആണ്, അത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ചെയ്യുന്ന ആ ഒരു ഡിവൈസും ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവൈസും സിസ്റ്റവും തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇന്ററാക്ഷൻ ആണ് മെഷീൻ റീഡബിൾ ഡിവൈസസ്. അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ അത് മാഗ്നറ്റിക് ഡിസ്ക്, അതുപോലെ മാഗ്നറ്റിക് ടേപ്പ്, പിന്നെ അതിൽ വരുന്ന കുറെ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എക്സാമ്പിൾ. അതൊക്കെ മെഷീൻ റീഡബിൾ. നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ത്രൂ ദ സിസ്റ്റം ആൻഡ് ദാറ്റ് ഡിവൈസ് ആണ്. ഓക്കെ, പക്ഷെ കീബോർഡ്, മോണിറ്റർ, മൗസിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രിന്റർ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, അതിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ട്. നമ്മൾ അതിനെ എന്താ പറയാ കൊടുത്താൽ മാത്രമേ അത് അതിനുള്ള ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഹ്യൂമൻ റീഡബിൾ ഡിവൈസ് അങ്ങനെയാണ്. ദെൻ മെഷീൻ റീഡബിൾ എന്ന് പറയുമ്പോൾ സിസ്റ്റവും ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. എക്സാമ്പിൾസ് നോക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് അറിയാം, നമുക്ക് നെറ്റ്വർക്കിംഗ്, അതായത് നെറ്റ്വർക്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡിവൈസസ് ആണോ കൊടുക്കുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് അലൗസ് ദ കമ്പ്യൂട്ടർ ടു എക്സ്ചേഞ്ച് ഡേറ്റ വിത്ത് എ റിമോട്ട് ഡിവൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈഫൈ കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മൾ മോഡം കണക്ട് ചെയ്യുന്നു, പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഇതെല്ലാം ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ IO മോഡ്യൂളും ഈ എക്സ്റ്റേണൽ ഡിവൈസും തമ്മിൽ നമ്മൾ പറഞ്ഞു ഒരു ഇന്റർഫേസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ദ ഇന്റർഫേസ് ടു ദി IO മോഡ്യൂൾ ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ദ കൺട്രോൾ, ഡേറ്റ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഇന്റർഫേസ്, IO മോഡ്യൂളും എക്സ്റ്റേണൽ ഡിവൈസും തമ്മിലുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സിഗ്നലുകളായിട്ടും ഡേറ്റ സിഗ്നലുകളായിട്ടും സ്റ്റാറ്റസ് സിഗ്നലായിട്ടുമാണ്. ഓക്കെ, നമ്മളത് പറഞ്ഞതാണ്. കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡേറ്റ അതിനകത്തേക്ക് സെൻഡ് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഇൻപുട്ട് സിഗ്നൽ ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതായത് റീഡ് ചെയ്യണം, ഡേറ്റ റീഡ് ചെയ്യണം. സോ അത് റീഡ് ഓർ ഇൻപുട്ട് സിഗ്നൽ ആണ്. ആ ഡേറ്റ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് എന്താ പറയാ ഔട്ട്പുട്ട് കിട്ടണം. സോ അത് ഔട്ട്പുട്ട് സിഗ്നൽ ഓർ റൈറ്റ് സിഗ്നൽ, ഇതൊക്കെയാണ് കൺട്രോൾ സിഗ്നൽസ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ നമുക്ക് സ്റ്റാറ്റസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഡേറ്റ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ തരുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻപുട്ട് ഒക്കെ കൊടുക്കുന്നത് ഒരു ഡേറ്റ ഫോമിലാണ് അല്ലെ. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സെറ്റ് ഓഫ് ബിറ്റ്സ് ആയിട്ടായിരിക്കും സിസ്റ്റം റീഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, മെഷീൻ ലാംഗ്വേജിൽ. അപ്പൊ ആ ഒരു സിഗ്നൽസ് ആണ്, അപ്പൊ ബിറ്റ്സിനെയാണ് നമുക്ക് ആ ഒരു IO മോഡ്യൂളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ബിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡേറ്റ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് എ സെറ്റ് ഓഫ് ബിറ്റ്സ് ടു ബി സെൻഡ് ഓർ റിസീവ്ഡ് ടു ദി IO module, to or from the IO module. Okay,
ദെൻ സ്റ്റാറ്റസ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഓരോ ഡിവൈസിന്റെയും കറണ്ട് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് സിഗ്നൽസ് പറയുന്നത്. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നമ്മൾ കൊടുത്തു, ഇപ്പോൾ പ്രോസസ്സർ ഇപ്പോൾ അത് റിസീവ് ചെയ്യാൻ റെഡി ആണോ അല്ലെ റെഡി അല്ലേ, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസിൽ നമുക്കിപ്പോൾ ഒരെണ്ണം കൊടുക്കും, ഇപ്പോൾ കറന്റ്ലി ഇരിക്കുന്ന സ്റ്റാറ്റസ്, ഓരോ ഡിവൈസും ഇപ്പോൾ ഏത് സ്റ്റാറ്റസിലാണോ ഇരിക്കുന്നത് അതാണ് സ്റ്റാറ്റസ് സിഗ്നൽ, ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അതാണ് സ്റ്റാറ്റസ് സിഗ്നൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇപ്പോൾ റിസീവ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അത് നോട്ട് റെഡി, അല്ലെങ്കിൽ റെഡി ആണെങ്കിൽ ഇറ്റ്സ് റെഡി എന്ന് പറഞ്ഞ് സിഗ്നൽസ് കൊടുക്കും. ഓക്കെ, നമ്മൾ ഇപ്പം IO ഡിവൈസസ് അതുപോലെ എക്സ്റ്റേണൽ ഡിവൈസസ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് എങ്ങനെയാണ്, അതിൽ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം ബസ്സസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു IO മോഡ്യൂളിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഡിവൈസിന്റെ അതായത് കോമ്പണൻസ് എന്തൊക്കെയാണ്, IO മോഡ്യൂളിന്റെ കോമ്പണൻസ് എന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന മൂന്നെണ്ണാണ് കൺട്രോൾ ലോജിക്, ട്രാൻസ്ഡ്യൂസർ, ബഫർ. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ ഫങ്ഷൻസ്, ഡേറ്റ ബഫറിങ്, അതുപോലെ തന്നെ കൺട്രോളിങ് ദ സിസ്റ്റം എന്നൊക്കെ അല്ലെ. അപ്പോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്, IO മോഡ്യൂളിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്. ഓക്കെ, അപ്പം ഫിഗർ നോക്കാം. കൺട്രോൾ ലോജിക് ഉണ്ട്, ഒരു കൺട്രോൾ ലോജിക് ബഫറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ട്രാൻസ്ഡ്യൂസറും ഉണ്ട്, ബഫറിന്റെ തൊട്ടടുത്തൊരു ട്രാൻസ്ഡ്യൂസറും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു സിഗ്നൽസ്, ഡേറ്റ നമുക്ക് ഇതിൽ കൊടുക്കുന്നത് ത്രൂ സിഗ്നൽസ് ആണ്, കൺട്രോൾ സിഗ്നൽ, സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്, ഡേറ്റ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം കൺട്രോൾ ലോജിക്കിൽ നമുക്ക് IO മോഡ്യൂളിന് ഒരു സിഗ്നൽ വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ IO മോഡ്യൂളിന് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ വരുന്നത്, ആ ഡിവൈസ് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അത് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ കൺട്രോൾ ലോജിക് ആണ്. ഓക്കെ, അതിനുള്ള റെസ്പോൺസ് കൊടുക്കുന്നത് കൺട്രോൾ ലോജിക് ആണ്. ഇപ്പോൾ കൺട്രോൾ സിഗ്നൽസ്, IO മോഡ്യൂളിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നൽസ് കൺട്രോൾ ലോജിക്കിൽ വന്നു. ഓക്കെ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡിവൈസസ് അവൈലബിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊക്കെ അറിയിക്കുന്നത് സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പൊ അത് സ്റ്റാറ്റസ് സിഗ്നൽസ് കൊടുക്കുന്നത് ഈ കൺട്രോൾ ലോജിക് ആണ് IO മോഡ്യൂളിന്. ഓക്കെ, കൺട്രോൾ സിഗ്നൽ IO മോഡ്യൂളിൽ നിന്ന് കൺട്രോൾ ലോജിക്കിലേക്ക് വന്നു, അതിനുശേഷം കൺട്രോൾ ലോജിക്ക് തിരിച്ച് അതിന് ഒരു സ്റ്റാറ്റസ് കൊടുക്കും, എന്താണ് കറന്റ് സ്റ്റാറ്റസ് എന്നുള്ളത് തിരിച്ച് IO മോഡ്യൂളിന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഡേറ്റ വരുന്നുണ്ട് അല്ലെ, ഡേറ്റ ബിറ്റ്സ്, നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ഡേറ്റ, അതുപോലെ നമുക്ക് തിരിച്ച് റിസീവ് ചെയ്യേണ്ട ഡേറ്റ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത് ബൈഡയറക്ഷണൽ ആണ് എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഡേറ്റ ആദ്യം വരുമ്പോൾ അതൊരു ബഫറിലേക്കായിരിക്കും വെക്കുന്നത്. ഓക്കെ, ബഫറിൽ വെച്ചിട്ട് ബഫർ ആണ് ആ ഒരു ഡേറ്റ ടെമ്പററി ആയിട്ട് വരുന്ന ഡേറ്റ എല്ലാം ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ഡേറ്റാനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനെയും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ റീഡബിൾ ഫോമിലായിട്ടുള്ള ഡേറ്റ, അപ്പൊ അത് നമുക്ക് ഇലക്ട്രിക്കൽ ഡേറ്റ എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഇലക്ട്രിക്കൽ ഫോമിനെ നമുക്ക് സിസ്റ്റത്തിന്റെ ഫോമിലേക്ക് അവിടെ കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് കേട്ടോ. ട്രാൻസ്ഡ്യൂസർ കൺവേർട്സ് ദ data from the electrical to other forms of energy. ഓക്കെ, ഔട്ട്പുട്ടിന്റെ സമയത്താവട്ടെ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തിരിച്ച് ഔട്ട്പുട്ടിന് നമുക്ക് ആ ഒരു ഇലക്ട്രിക്കലിന്റെ ഇൻപുട്ട് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ടു ആൻഡ് ഫ്രോ, അതായത് ഡേറ്റ ബിറ്റ്സ് ടു ആൻഡ് ഫ്രം ദ IO മോഡ്യൂൾ റിസീവ് ചെയ്ത് ബഫറിൽ വെക്കുന്നു. ബഫറിൽ വരുന്ന സാധനത്തിന് ട്രാൻസ്ഡ്യൂസർ ഇവിടെ ഇലക്ട്രിക്കൽ ഫോമിൽ നിന്ന് അതർ ഫോംസിലേക്കും തിരിച്ച് അതർ ഫോംസിൽ നിന്ന് ഇലക്ട്രിക്കൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു ഡേറ്റ സിഗ്നലിൽ കൂടി, ഡേറ്റ പാത്തിൽ കൂടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു IO മോഡ്യൂളിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ആദ്യത്തെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, കീബോർഡ് മോണിറ്റർ അറേഞ്ച്മെന്റ് ആണ്. അതിൽ കീബോർഡ് നമുക്ക് ഡേറ്റ എന്താ പറയുക റീഡ് ചെയ്യുന്നു, മോണിറ്റർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു ബേസിക് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിട്ടാണ്, ഓരോരോ ക്യാരക്ടർ ആയിട്ടാണ്. അപ്പൊ അതിൽ ഓരോ ക്യാരക്ടറിനും ഒരു യുണീക് കോഡ് ഉണ്ടാവും. ആ ഒരു യുണീക് കോഡ് എന്ന് പറയുന്നത് 7 or 8 ബിറ്റ് ലെങ്തിലുള്ള കോഡായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആസ്കി കോഡൊക്കെ അല്ലെ. അപ്പൊ ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ റെഫറൻസ് ആൽഫബറ്റ് ആണ്. ഇന്റർനാഷണൽ റെഫറൻസ് ആൽഫബറ്റ്, ഇതാണ് ആസ്കി കോഡിന്റെ ഏറ്റവും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ റെഫറൻസ് കോഡ്. അപ്പൊ ഇതിൽ ഓരോ ക്യാരക്ടർ, ഈ ഒരു കോഡിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഓരോ ക്യാരക്ടറിനെയും ഒരു യുണീക് കോഡായിട്ട് മാറ്റും. അത് ഒന്നുമില്ലെങ്കിൽ 7 ബിറ്റ്സ് അല്ലെങ്കിൽ 8 ബിറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഒരു 7 ബിറ്റ് ബൈനറി കോഡാണ്. അപ്പൊ നമുക്ക് അതിന് എന്താ പറയാ, അങ്ങനെ ഓരോ
ഓരോ ക്യാരക്ടറിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതായത് 2⁻7 ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ടോട്ടൽ 128 ക്യാരക്ടേഴ്സിനെ നമുക്ക് അത് വെച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഇന്റർനാഷണൽ റെഫറൻസ് ആൽഫബറ്റിൽ. ഇനി നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രിന്റബിൾ ക്യാരക്ടറും പിന്നെ ഒന്ന് കൺട്രോൾ ക്യാരക്ടറും. പ്രിന്റബിൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഫബറ്റ്സ്, അതുപോലെ ന്യൂമറിക്കൽസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ കീബോർഡിൽ കാണുന്ന അങ്ങനെയുള്ള ആൽഫബറ്റ്സ്, ന്യൂമറിക്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റബിൾ ക്യാരക്ടർ. ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് പേപ്പറിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. കൺട്രോൾ സിഗ്നൽസ് അല്ലെങ്കിൽ കൺട്രോൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അത് എന്താ പറയാ, കൺട്രോളിങ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിലും പ്രിന്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് അവിടെ ജസ്റ്റ് കൺട്രോളിങ്ങിന് മാത്രം വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾ ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ഈ ക്യാരേജ് റിട്ടേൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കീബോർഡും മോണിറ്ററും ഇന്ററാക്ട് ചെയ്യുന്നതെന്ന്. ആദ്യം കീബോർഡിന്റെ ഇൻപുട്ട് ആണ് വരുന്നത്. യൂസർ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അവിടെ ഒരു ഇലക്ട്രോണിക് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കീ സ്ട്രോക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണിക് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ട്രാൻസ്ഡ്യൂസർ ആണ് ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നൽസിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ ഈ ഒരു ഇന്റർനാഷണൽ റെഫറൻസ് ആൽഫബറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബിറ്റ് പാറ്റേൺ ട്രാൻസ്മിറ്റ് ചെയ്ത് IO മോഡ്യൂളിലേക്ക് പോകും. അപ്പൊ IO മോഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഈ ഒരു ടെക്സ്റ്റ് ഇതേ ഒരു IRA കോഡിന്റെ ആ ഒരു ഫോമാറ്റിൽ തന്നെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഇൻപുട്ടിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു IRA കോഡ് ക്യാരക്ടേഴ്സിനെ വീണ്ടും അത് എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ തന്നെയാണ് ഈ ഒരു IRA കോഡിനെ തിരിച്ച് ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് തിരിച്ച് അത് എങ്ങനെയുണ്ടായിരുന്നു അതുപോലുള്ള ഒരു സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. എന്നിട്ട് ആ ഒരു ഇലക്ട്രോണിക് സിഗ്നലിനെ നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇന്ററാക്ഷൻ മെത്തേഡ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ രണ്ട് സ്റ്റെപ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അടുത്തത് ഡിസ്ക് ഡ്രൈവ് ആണ്. ഇപ്പൊ ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോ നേരത്തെ ക്യാരക്ടേഴ്സിന്റെ ഇലക്ട്രോണിക്സ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഡാറ്റ സിഗ്നൽ, കൺട്രോൾ സിഗ്നൽ, സ്റ്റാറ്റസ് സിഗ്നൽ ഇതിന്റെ ഇലക്ട്രോണിക്സ് എക്സ്ചേഞ്ച് ഡിസ്ക് ഡ്രൈവിനകത്താണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് മെക്കാനിസം ഉണ്ടല്ലോ, ഓരോ ഡിസ്കിലേക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് മെക്കാനിസം ഉണ്ട്. അതിന്റെ ആ ഒരു ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യുന്നതും ഡിസ്ക് ഡ്രൈവ് തന്നെയാണ്. ഫിക്സഡ് ഹെഡ് ഡിസ്കും അതുപോലെ മൂവിങ് ഹെഡ് ഡിസ്കും ഉണ്ട്. അപ്പം ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രോണിക്സിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസറിന്റെ മുമ്പുള്ള ബഫർ ഉണ്ട്. അപ്പൊ ബഫറിലേക്ക് ഈ ഒരു ഡിസ്കിൽ വരുമ്പം ഡിസ്കിനകത്ത് എന്താ വരിക, മാഗ്നറ്റിക് പാറ്റേൺസ് അല്ലേ വരിക. ഡിസ്ക് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ആണല്ലോ. മാഗ്നറ്റിക് പാറ്റേൺസിനെ കൺവേർട്ട് ചെയ്യും. ബഫറിൽ നിന്ന് വരുന്ന ഈ ഒരു മാഗ്നറ്റിക് പാറ്റേൺസിനെ ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്ക് ഡ്രൈവിൽ നടക്കുന്നത്. Now IO modules functions. ഈ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോ IO മോഡ്യൂളിന്റെ ഫങ്ഷൻസ് വരുന്നത് കൺട്രോൾ ആൻഡ് ടൈമിംഗ്, പ്രോസസർ കമ്മ്യൂണിക്കേഷൻ, ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ബഫറിംഗ്, എറർ ഡിറ്റക്ഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ആ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ എന്നാലും ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ ഫംഗ്ഷൻ ആണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ്. ഓക്കെ, അപ്പം IO മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സിസ്റ്റം ബസ്സും എക്സ്റ്റേണൽ ഡിവൈസസും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് എന്നുള്ളത്. നമുക്കറിയാം ഈ പ്രോസസർ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ എക്സ്റ്റേണൽ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പ്രോഗ്രാമിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന ഇന്റേണൽ റിസോഴ്സസ് ആണ് ഈ ഒരു മെമ്മറി, സിസ്റ്റം ബസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെമ്മറി, സിസ്റ്റം ബസ് എന്നൊക്കെ പറയുമ്പോൾ പല ആക്ടിവിറ്റീസിനായിട്ടും അതിന്റെ ആവശ്യങ്ങളും വരാറുണ്ട്. അപ്പം ഈ ഒരു IO മോഡ്യൂളിന്റെ ഈ ഒരു ഫംഗ്ഷൻ കൺട്രോൾ ആൻഡ് ടൈമിംഗ് ഫംഗ്ഷൻ ആണ് ഈ ഒരു എക്സ്റ്റേണൽ ഡിവൈസസും മറ്റ് ഇന്റേണൽ റിസോഴ്സസും തമ്മിലുള്ള ഒരു ട്രാഫിക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ട്രാഫിക് ഫ്ലോ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് IO മോഡ്യൂളിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഈ എക്സ്റ്റേണൽ ഡിവൈസസും ഇന്റേണൽ റിസോഴ്സസും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ട്രാഫിക് റെഗുലേഷൻ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ IO മോഡ്യൂൾ പ്രോസസ്സറും IO മോഡ്യൂൾ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രോസസർ ആൻഡ് ദി എക്സ്റ്റേണൽ ഡിവൈസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ, പ്രോസസറിന്റെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എക്സ്റ്റേണൽ ഡിവൈസിന്റെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന്റെ ഒപ്പം അതിനെ രണ്ടുപേരെയും ആ ഒരു ട്രാഫിക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു IO മോഡ്യൂൾ ആണ്. സോ ഈ ഒരു കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് എങ്ങനെയാണ് പ്രോസസറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോസസർ ആദ്യം തന്നെ IO മോഡ്യൂളിനോട് ചോദിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസസിന്റെ ഒക്കെ സ്റ്റാറ്റസ്. ഓക്കെ, പ്രോസസർ IO മോഡ്യൂളിനോട് ഡിവൈസിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കും. IO മോഡ്യൂൾ അപ്പൊ തന്നെ ഡിവൈസിന്റെ സ്റ്റാറ്റസ് എല്ലാം തന്നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ഡിവൈസ് ഓപ്പറേഷണൽ ആണ്, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പ്രോസസർ IO മോഡ്യൂളിനോട് റിക്വസ്റ്റ് ചെയ്യും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം IO മോഡ്യൂൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസിനോട് ആ യൂണിറ്റ്സ് ഓഫ് ഡേറ്റ തരാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ IO മോഡ്യൂൾ ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റാനെ പ്രോസസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോസസർ എക്സ്റ്റേണൽ ഡിവൈസസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഡിവൈസ് ആണ് അവൈലബിൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അപ്പം കൺട്രോൾ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അടുത്ത ഫംഗ്ഷൻ പ്രോസസർ കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രോസസർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ IO മോഡ്യൂളും പ്രോസസറും തമ്മിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നാമത്തത് കമാൻഡ് ഡീകോഡിംഗ്, അതായത് കൺട്രോൾ ബസ്സിൽ കൂടി കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് കമാൻഡ്സ് IO മോഡ്യൂളിന് പ്രോസസർ കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ക് ഡ്രൈവ് ആണ്, ഡിസ്ക് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള IO മോഡ്യൂൾ ആണെങ്കിൽ അതിൽ വരുന്ന കമാൻഡ്സ് എന്ന് പറയുമ്പോൾ റീഡ് സെക്ടർ, റൈറ്റ് സെക്ടർ, ഇങ്ങനെയുള്ള കുറച്ച് കമാൻഡ്സ് ആയിട്ടായിരിക്കും, ഇതുപോലുള്ള കമാൻഡ്സ് ആയിരിക്കും പ്രോസസർ IO മോഡ്യൂളിന് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രോസസർ IO മോഡ്യൂൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അത് ത്രൂ ഡേറ്റ ബസ്സിൽ കൂടിയിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഡേറ്റ ആർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് IO ത്രൂ ദ ഡേറ്റ ബസ്. ഓക്കെ, ഇനി മൂന്നാമത്തത് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്. സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ ഓരോ പെരിഫറലും ചിലപ്പം ചിലത് സ്ലോ ആവാം, ചിലത് ഫാസ്റ്റ് ആവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ ഓരോന്നിന്റെയും സ്റ്റാറ്റസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ IO മോഡ്യൂൾ ആദ്യം തന്നെ പ്രോസസറിന് ഇപ്പൊ ഒരു ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു റീഡ് ഡേറ്റ ആണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇപ്പം IO മോഡ്യൂൾ ഈ പറഞ്ഞ പോലെ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ആ ഡിവൈസസ് ഇപ്പോഴും വേറെ പ്രീവിയസ് കമാൻഡുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ IO മോഡ്യൂൾ പ്രോസസറിന്റെ അടുത്ത് ഒരു സ്റ്റാറ്റസ് സിഗ്നൽ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് വരുന്നൊരു സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെഡി, നോട്ട് റെഡി, അതുപോലെ ബിസി എന്നുള്ള സിഗ്നൽസ് ഒക്കെയാണ്. എന്താണ് ഓരോ ഡിവൈസിന്റെയും കറന്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും എറർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്. അങ്ങനെയാണ് മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ കമാൻഡ്, രണ്ടാമത്തെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, മൂന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്, നാല് അഡ്രസ് റെക്കഗ്നിഷൻ ആണ്. അഡ്രസ് റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓരോ മെമ്മറിക്ക് ഓരോ യൂണിക് അഡ്രസ് ഉണ്ടാവും ഓരോ വേർഡിനും. അപ്പൊ IO ഡിവൈസ് അപ്പൊ അത് ഓരോന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ അഡ്രസ് എന്താന്നുള്ളത് എന്താ പറയാ പ്രോസസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ത്രൂ അഡ്രസ് ബസ് അല്ലെങ്കിൽ അഡ്രസ് ലൈൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം അതാണ് നാലാമത്തെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് IO മോഡ്യൂളും പ്രോസസറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, IO മോഡ്യൂളും പ്രോസസറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതിന്റെ താഴെ IO മോഡ്യൂളിന്റെ താഴെ കുറെ ഡിവൈസസ് ഉണ്ടായിരിക്കും. ആ IO മോഡ്യൂളും ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഡിവൈസ് കമ്മ്യൂണിക്കേഷനിലും ഈ കാര്യങ്ങൾ പ്രോസസറുമായിട്ട് എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിവൈസസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഡിവൈസും പ്രോസസറും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് IO മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കമാൻഡ്സ് ആയിട്ടോ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ആയിട്ടോ ഡേറ്റ ആയിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ ഫംഗ്ഷൻ ആണ് ഡേറ്റ ബഫറിംഗ്. ഡേറ്റ ബഫറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡേറ്റ മെമ്മറിയിൽ ഇപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് വരുന്ന ഡേറ്റ എല്ലാം ഇത് ബഫറിലാണ് കൊണ്ട് വെക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു IO മോഡ്യൂളിന്റെ ഒരു ബഫറിനകത്ത് ഇത് എന്തിനാ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ വരുന്നതെല്ലാം നമുക്ക് സ്പീഡായിട്ട് ട്രാൻസ്ഫർ ആവും.
ഓക്കെ. അതുപോലെ തിരിച്ചങ്ങോട്ട് പോകുന്നതാണെങ്കിൽ സ്പീഡായിട്ട് ട്രാൻസ്ഫർ ആവും. പക്ഷെ അതേ സ്പീഡിൽ തന്നെ ഈ ഡിവൈസസിന് ഇത് സെൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. വരുന്ന അതേ സ്പീഡിൽ തിരിച്ച് ഡിവൈസസിലേക്ക് എത്തിക്കാനായിട്ട് അതിന് പറ്റുമോ എന്നുള്ളത്. ഓക്കെ. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ റേറ്റ് എങ്ങനെയാണോ ഇതിന്റെ ട്രാൻസ്ഫർ റേറ്റ് അതിനനുസരിച്ച് മാത്രമാണ് IO മോഡ്യൂളിന് ഓരോ പെരിഫറൽ ഡിവൈസസിലേക്കും ഇത് സെൻഡ് ചെയ്യാൻ പറ്റുക, ഡേറ്റ റേറ്റ് അനുസരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഓരോ IO മോഡ്യൂളിനകത്ത് ഈ ഒരു ബഫറിനകത്ത് ഡേറ്റ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് ഓരോ പെരിഫറൽ ഡിവൈസസിലേക്കും സെൻഡ് ചെയ്യുന്നത് ആ ഡിവൈസസിന്റെ ഡേറ്റ റേറ്റ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും. ഓരോ ഡിവൈസിനും ഓരോ റേറ്റ് ആയിരിക്കും. ഇപ്പൊ മെമ്മറിയിൽ നിന്ന് ബഫറിലേക്ക് വരുന്നത് ഒരു സ്പീഡിലാണെങ്കിൽ അതേ റേറ്റിൽ തന്നെ തിരിച്ച് എല്ലാ മെമ്മറിയിലേക്കും എല്ലാ ഡിവൈസസിലേക്കും അതിന് സെൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓരോ ഡേറ്റ റേറ്റിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഡേറ്റ ഇതിനകത്ത് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ IO മോഡ്യൂളിന് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസിന്റെ സ്പീഡിനനുസരിച്ചും അതുപോലെ തന്നെ മെമ്മറിയുടെ സ്പീഡിനനുസരിച്ചും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം ഇതാണ് ബഫറിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ മെമ്മറി ആക്സസ് റേറ്റ് അല്ലെങ്കിൽ മെമ്മറിയുടെ റേറ്റും അതുപോലെ തന്നെ ഡിവൈസിന്റെ റേറ്റുകളും അറിയണം. അതിനനുസരിച്ച് മാത്രമാണ് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ബഫറിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോ റേറ്റിനനുസരിച്ചിട്ട് ഇത് ബഫറിങ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ എറർ ഡിറ്റക്ഷൻ. ഓക്കെ. എറർ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ IO മോഡ്യൂൾസിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡിവൈസസ് എന്തെങ്കിലും എറേഴ്സ് കാണിക്കുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ പ്രോസസ്സറിനെ അറിയിക്കുക എന്നുള്ളതും ഈ ഒരു IO മോഡ്യൂളിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. അപ്പം ഈ എറേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെക്കാനിക്കൽ എറേഴ്സ് ആവാം, ഇലക്ട്രിക്കൽ മാൽഫങ്ഷൻസ് ആവും. എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ നമ്മളൊരു പ്രിന്റ് കൊടുത്തു, പേപ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പം നമ്മൾ ചില സമയത്ത് അതിനകത്ത് പേപ്പറിൽ കാട്രിഡ്ജ് ഉണ്ടാവില്ല. അപ്പം ഇങ്ക് ടോണർ ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും നമുക്ക്, അല്ലെ? അതല്ലെങ്കിൽ പേപ്പർ ഇല്ലെങ്കിൽ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ. ദെൻ ചിലപ്പം അതിനകത്ത് പേപ്പർ ജാം ആയി കിടക്കുകയാണെങ്കിൽ അപ്പോഴും പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പേപ്പർ ജാം എന്ന് കാണിക്കും. അപ്പം നമ്മൾക്ക് ആ ഒരു ഡിവൈസ് ഇപ്പം എന്തൊക്കെയാണ് അതിന്റെ എറേഴ്സ് വരുന്നതെന്നുള്ളത് അത് IO ഡിവൈസിന് തിരിച്ച് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഈ IO ഡിവൈസ് ആണ് ഇത് പ്രോസസ്സറിന് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്നിട്ട് നമ്മൾക്കത് ഡിസ്പ്ലേ ചെയ്യാണ് തരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ മാൽഫങ്ഷൻസ് അതുപോലെ തന്നെ മെക്കാനിക്കൽ മാൽഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എറേഴ്സ് ആണ്. ഈ എറേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു IO മോഡ്യൂളിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് എറർ ആണ്, ഇപ്പൊ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഒരു ക്യാരക്ടർ ആണ് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടർ ഒന്നുമില്ലെങ്കിൽ 7 to 8 ബിറ്റ്സ് ആണത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. അതിൽ 7 ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു IRA പ്രകാരം വരുന്ന ക്യാരക്ടർ കോഡാണെന്നുള്ളത്, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് IRA ക്യാരക്ടർ കോഡ്. അത് 7 ബിറ്റ്സ് ഓഫ് ബൈറ്റ് ആയിരിക്കും അത് ഒക്യുപ്പൈ ചെയ്യാന്നുള്ളത്. അപ്പൊ 8 ബിറ്റില് 7 ബിറ്റും ഈ ഒരു IRA കോഡാണ്. ആസ്കിയുടെ പോലെ IRA കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി 8ാമത്തെ ബിറ്റ്, ഇത് 7 ബിറ്റ്സ് ആണ്. ഇനി ഇവിടെ ഒരു ബിറ്റ് ഉണ്ട്. ഈ ഒരു ബിറ്റ് എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റ് ആണ്. പാരിറ്റി ബിറ്റ്. ഓക്കെ. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയിൽ ബിറ്റ് പാറ്റേണിൽ ഈ ഒരു ബിറ്റ് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് ഇന്റൻഷനലി ചെയ്യുന്നതാവില്ല, അപ്പം അൺഇൻറ്റൻഷണൽ ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിലും അതൊരു എറർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ അത് എറർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എറർ ഡിറ്റക്ടിങ് കോഡാണ് ഇത്. ഈ ഒരു 7 ബിറ്റ്സ് IRA കോഡായിരിക്കും. 8ാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റ് ആയിരിക്കും. ഈ ഒരു പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 7 ബിറ്റ് ഉണ്ടല്ലോ, ഈ 7 ബിറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് വണ്ണുകളുടെ എണ്ണം. ഓക്കെ. വണ്ണുകളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ അത് ഈവൻ പാരിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയാ വണ്ണുകളുടെ എണ്ണം ഓഡ് ആണെങ്കിൽ അത് ഓഡ് പാരിറ്റി. അപ്പൊ ഇവിടെ പാരിറ്റി എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റ് ആണ്. ഈ IRAയിൽ കൊടുക്കുന്ന 7 ബിറ്റുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് വണ്ണിന്റെ എണ്ണം ഈവൻ ആണെങ്കിൽ അത് ഈവൻ പാരിറ്റിയും ഓഡ് ആണെങ്കിൽ അത് ഓഡ് പാരിറ്റിയും. അപ്പൊ ഇങ്ങനെ ഒരു ബൈറ്റ് റിസീവ് ചെയ്യുമ്പോൾ IO മോഡ്യൂള് പാരിറ്റി ബിറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ അതിലൊരു എറർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ആ ഒരു പാരിറ്റി ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഓരോ ക്യാരക്ടറും സെൻഡ് ചെയ്യുമ്പോൾ അതിന് ഒരു കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ അത് IO മോഡ്യൂളിന് മനസ്സിലാവും അതിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. ഈ ഒരു 8th ബിറ്റ് വെച്ചിട്ടാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി IO മോഡ്യൂൾ സ്ട്രക്ചർ ആണ്. IO മോഡ്യൂൾ
അതിന്റെ കോംപ്ലക്സിറ്റിയും അതുപോലെ അതിന്റെ സൈസ് സ്ട്രക്ചർ എല്ലാം വേരി ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എത്ര IO മോഡ്യൂൾ എത്ര ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്നും കൂടി ഇത് എക്സ്പാൻഡ് ചെയ്തതാണ് IO ലോജിക്. ഓക്കെ, ഈ ഒരു IO ലോജിക് ആണ് ഈ ഒരു നമ്മളുടെ ഡേറ്റ റിസീവ് ചെയ്യുന്നതും അഡ്രസ് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ കൺട്രോൾ ലൈൻസ് ഉണ്ട്, അഡ്രസ് ലൈൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ഡേറ്റ ലൈൻസ് ആണ്. ഈ ഒരു ഡേറ്റ ലൈനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെ സ്റ്റാറ്റസും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതെല്ലാം ഡേറ്റ ലൈൻസിൽ കൂടിയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കുക. IO ലോജിക്കിനകത്ത് അഡ്രസ് ലൈൻസ് കാണാം, കൺട്രോൾ ലൈൻസ് കാണാം, അഡ്രസ് ലൈൻസ് കാണാം, കൺട്രോൾ ലൈൻസ് കാണാം, അതുപോലെ ഡേറ്റ ലൈൻസ് കാണാം. ഈ ഡേറ്റ ലൈൻസിന് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ രജിസ്റ്ററും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ, സ്റ്റാറ്റസ് ഓർ കൺട്രോൾ രജിസ്റ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം പോകുന്നത് IO ലോജിക്കിലേക്കാണ്. ഓക്കെ, ഇനി ഈ IO ലോജിക്കിൽ നിന്നായിരിക്കും ഡിഫറെന്റ് എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് കണക്ഷൻ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് ഓരോ എക്സ്റ്റേണൽ ഡിവൈസിനും ഈ പറഞ്ഞതുപോലെ ഡേറ്റ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ, ഈ ഡാറ്റ രജിസ്റ്ററിൽ കണ്ടിട്ടുള്ള ഡേറ്റ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ ഓരോ എക്സ്റ്റേണൽ ഡിവൈസിനും കൊടുക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ ഭാഗം വരുന്നത് സിസ്റ്റം ഇന്റർഫേസ് ആണ്, സിസ്റ്റം ബസ് ഇന്റർഫേസ് ആണ്. ഈ ഭാഗം വരുന്നത് എക്സ്റ്റേണൽ ഡിവൈസ് ഇന്റർഫേസ് ആണ്. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ആ ഫിഗറിനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫിഗറും ഈ ഒരു നോട്ട്സും തമ്മിൽ നോക്കിയിട്ട് എക്സാമിന് എഴുതാം കേട്ടോ. സ്ലൈഡിനകത്തും അതൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അഡ്രസ് ലൈനിനെ കുറിച്ചും അതുപോലെ തന്നെ യുണീക്ക് അഡ്രസ്സും അതുപോലെ തന്നെ ഓരോ സെറ്റ് ഓഫ് അഡ്രസ് ഉണ്ട് എന്നുള്ളതും IO മോഡ്യൂൾ എങ്ങനെയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും എല്ലാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുൻപ് പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു IO സ്ട്രക്ചർ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗറും വെച്ചിട്ട് ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ഈ ഒരു പാർട്ടിലുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി. അപ്പം ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you on the next video. Bye.